ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള മസ്താനി ഇന്നലെ വന്ന് വളരെ സെൻസേഷണലായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ കയറി പിടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സുധിയെ പറ്റിയാണ്. മരിച്ചുപോയ സുധിയെപ്പറ്റി രേണു സുധിയോട് ചോദിക്കുന്ന ചില ഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്ന സെൻസേഷണൽ ടോപ്പിക്. അതായത് വിധവാ കാർഡ് എടുക്കരുത് എന്നാണ് മസ്താനി നമ്മുടെ രേണു സുധിയോട് പറയുന്നത്. അപ്പോൾ രേണു സുധി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവിനെ ഞാൻ എൻ്റെ പിള്ളേരെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്, ഞാൻ വിധവയല്ല എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മസ്താനി വീണ്ടും ചോദിക്കുന്നു, വിധവയല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്താണ്? അപ്പോൾ രേണുസുതി പറയുന്നുണ്ട്, ഞാൻ വിധവയല്ല, എൻ്റെ ഭർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്, അദ്ദേഹം മരിച്ചിട്ടില്ല. അപ്പോൾ മസ്താനി വീണ്ടും വളരെ കടുപ്പിച്ച് പറയുകയാണ്, വെറുതെ എന്തിനാ മനുഷ്യനെ നാണം കെടുത്തുന്നത്, തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളിനെ എന്തിനാ നാണം കെടുത്തുന്നത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേണുസുതി കൺട്രോളെല്ലാം വിട്ടതിന് ശേഷം പറയുന്നുണ്ട്, തലയ്ക്ക് മുകളിലല്ല, എൻ്റെ ഉള്ളിലാണ്, എൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമല്ല, എൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും മസ്താനി കടുപ്പിച്ച് പറയുന്നു, മരിച്ചാൽ പോലും സ്വൈര്യം കൊടുക്കുന്നില്ല എന്ന്. അപ്പോൾ രേണുസുതി അവിടെ നിന്ന് എഴുന്നേറ്റ് പറയുന്നു, എൻ്റെ ഭർത്താവല്ലേ, മസ്താനിക്ക് എന്താ പ്രശ്നം? അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കരമായ വഴക്ക് അവിടെ നടന്നു. അത് ഈ സുധിയുടെ പേരിലാണ് നടന്നതെന്നുള്ളതാണ്. മരിച്ചുപോയ സുധിയെ ഇതിലേക്ക് ഇറക്കി വിധവാ കാർഡ് ഇറക്കി കളിക്കുകയാണ് രേണു സുധി എന്നാണ് മസ്താനി ആരോപിക്കുന്നത്. അതായത് ആ വീട്ടിൽ ഒരു കണ്ടൻറ്റും കൊടുക്കാതെ ഒന്നും പറയാതെ ഒരു വാഴ പോലെ നിന്നതിന് ശേഷം ഈ ഒരു സഹതാപത്തിൻ്റെ പേരിൽ അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് രേണു സുധി എന്ന് മസ്താനി ആ വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഏഷ്യാനെറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അവിടെ കയറി ഉടനെ തന്നെ മസ്താനി ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ രേണു സുധിയാണ്. കാര്യം രേണു സുധിക്ക് അത്യാവശ്യം പുറത്ത് ഫാൻസ് ഉണ്ട്, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഉണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഫാൻസിനെ കൂടി മസ്താനിക്ക് കിട്ടുക, അല്ലെങ്കിൽ മസ്താനിക്ക് ഒരു അറ്റൻഷൻ കിട്ടുക എന്ന രീതിയിലാണ് വന്നപ്പോൾ തന്നെ നമ്മുടെ രേണു സുധിയെ ടാർഗറ്റ് ചെയ്ത് മസ്താനി പരിപാടി തുടങ്ങിയത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് രസകരമായിരിക്കും. കാത്തിരുന്ന് കാണാം ആ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്.